ഒരു ക്ഷേത്രം എന്നാൽ 5 കാര്യങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ പൂജാമുറികൾ, ആ പൂജാമുറിയിലിരുന്ന നാമം ചൊല്ലാൻ പറയുമ്പോൾ ആ സമയത്ത് പീരീഡുള്ള സ്ത്രീകൾ അവിടെ കയറരുത്, ശുദ്ധം നോക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പുലയുള്ളപ്പോൾ കയറരുത്, അല്ലേ? പ്രസവിച്ചു കഴിഞ്ഞാൽ പുലയുള്ളപ്പോൾ കയറരുത്. ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? വാസ്തവത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന തലമുറകളോട് പറയേണ്ടതായിരുന്നില്ലേ, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. ക്ഷേത്രത്തെക്കുറിച്ചൊന്നും വലിയ വിവരം നമുക്കില്ല. നമ്മൾ ഈ ക്ഷേത്രങ്ങൾ, അതാണ് നമുക്ക് ക്ഷേത്രത്തിലെ തന്ത്രിമാരൊക്കെ ചെയ്തൊരു വലിയ അപകടം. അതാണ്, മനസ്സിലായില്ലേ? ക്ഷേത്രാചാര്യന്മാരായിരുന്നു ക്ഷേത്രത്തെക്കുറിച്ച് ഭക്തജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പം പള്ളിയുടെ ഉത്തരവാദിത്വം പള്ളിയിൽ അച്ഛനാണ്, അല്ലേ? ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്വം വാസ്തവത്തിൽ ക്ഷേത്രം കൊണ്ട് നടക്കുന്ന ആചാര്യന്മാർക്കായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഒരു വിവരവും ഇല്ലാതെയിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാവരും തൊഴുതുപോകൽ പ്രസ്ഥാനത്തിൽ പെട്ടുപോയി. അവിടെ പോവുക, തൊഴുതു പോവുക, തീർത്ഥവും വാങ്ങിക്കുക, അതിനെത്ര ഇടി കൂടാൻ പറ്റുമോ അത്ര ഇടി കൂടി മേടിക്കുക. മനസ്സിലായില്ലേ? പറ്റിയ ഒരുത്തൻ്റെ പുറത്ത് കയറി തൊഴാൻ പറ്റുകയാണെങ്കിൽ അത് തൊഴുക. ആ ഗുരുവായൂരിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ? എന്തൊരു എന്താ, രാവിലത്തേക്ക് ഇടി കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവരെന്താ സ്പോർട്സിൽ പങ്കെടുക്കുകയാണെന്ന്. ഒരുവിധം മുട്ടുവേദനയും കാലുവേദനയും വേദനയൊക്കെ ഉള്ളവർ ആ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയാൽ മതി. തിരിച്ചു വരുമ്പോഴേക്കും ഒരുവിധം സ്പെയർ പാർട്സുകളൊക്കെ ആൾക്കാർ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും. ഈ തരത്തിൽ നമ്മൾ നോക്കൂ, എന്തേ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെയായത്? കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധം നമുക്കില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഓർത്തു വെച്ചോണം. പഞ്ചദാ ക്ഷേത്രം അഭിവൃദ്ധ്യസ്തു എന്നാണ്. ഒരു ക്ഷേത്രം എന്നാൽ 5 കാര്യങ്ങൾ ഉണ്ടാവണം. ഒരു ക്ഷേത്രം 5 കാര്യങ്ങളുടേതാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ബോധം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 5 കാര്യങ്ങൾ. ഈ പറയാൻ പോകുന്ന കാര്യം അറിയുന്നവരെത്ര പേരുണ്ട്? ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം പഞ്ചദാ എന്നൊക്കെ പറയുമ്പോൾ അറിയുന്നവരെത്ര പേരുണ്ട്? 2 or 3 ആളുകളേ ഉള്ളൂ, അല്ലേ? കുറച്ച് പേരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? പറയൂ. 1 ആചാര്യ തപസ്സ. എല്ലാവരും ഒന്ന് പറയൂ. അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആചാര്യന്മാർക്കൊക്കെ എന്ത് വേണം? അനുഷ്ഠാനം വേണം. മനസ്സിലായില്ലേ? അപ്പോൾ മന്ത്രങ്ങൾ ജപിച്ച് 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 ആ മന്ത്രശക്തി വേണം. അപ്പോൾ നോക്കൂ, അവരിൽ ആ മന്ത്രശക്തി ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പൂജാതി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അന്തരീക്ഷത്തിലും ആ ഒരു ശക്തിവിശേഷം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ശ്രദ്ധിക്കുക നിങ്ങൾ, അവിടെ പ്രതിഷ്ഠിച്ചു വെച്ച ആ വിഗ്രഹത്തിൻ്റെ ശക്തിയല്ല വാസ്തവത്തിൽ, ഈ ആചാര്യൻ്റെ അനുഷ്ഠാന ശക്തിയാണ് ആ വിഗ്രഹത്തിൻ്റെ ശക്തിയായി മാറുന്നത്. അത് നിങ്ങൾ നോക്കൂ, പഴയ കാലം മുതൽ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പൂജാമുറികൾ, ആ പൂജാമുറിയിലിരുന്ന നാമം ചൊല്ലാൻ പറയുമ്പോൾ ആ സമയത്ത് പീരീഡുള്ള സ്ത്രീകൾ അവിടെ കയറരുത്, ശുദ്ധം നോക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പുലയുള്ളപ്പോൾ കയറരുത്, അല്ലേ? പ്രസവിച്ചു കഴിഞ്ഞാൽ പുലയുള്ളപ്പോൾ കയറരുത്. ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? ആ അന്തരീക്ഷത്തെ പവിത്രമാക്കി വെച്ചാൽ ഒരു വിഷമമുള്ള സമയത്ത് അവിടെ പോയിരുന്നാൽ മനസ്സിനൊരു സമാധാനവും ശാന്തി കിട്ടും. അപ്പം അത് ആ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ ജപിക്കുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ ചുറ്റും ഈ ഒരു വൈബ്രേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. നമ്മളിവിടെ ഇരുന്ന് നാമം ചെല്ലുമ്പോൾ ഈ സ്ഥലത്തിന് അതിൻ്റേതായിട്ടൊരു വൈബ്രേഷൻ ഉണ്ടായേ പറ്റില്ല. കാരണം ശബ്ദം തരംഗമാണ്. ആ തരംഗങ്ങളൊക്കെ അതിൻ്റെ ആ പോസിറ്റീവ് ഊർജ്ജമൊക്കെ ഇവിടെ ചലിച്ചേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ തറവാടുകളിലൊക്കെ പോയിരുന്ന എന്തൊരു സമാധാനവും ശാന്തിയായിരുന്നു. കാരണം പഴയ ആളുകൾ ജപിച്ച് 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 ആ അന്തരീക്ഷത്തെ അങ്ങനെയാക്കി മാറ്റി. എന്താണ് ചില ക്ഷേത്രങ്ങളിൽ ഇപ്പം നോക്കി, ഈ വൃന്ദാവനം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകുന്നത്? കാരണം അവിടെ ആളുകൾ അധികവും മന്ത്രങ്ങളിങ്ങനെ കീർത്തനങ്ങൾ ചൊല്ലി 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 ആ അന്തരീക്ഷത്തെ അത്രയും അവർ പവിത്രീകരിക്കുകയാണ്. ഇന്ന് വീടുകളിൽ നാമജപത്തിൻ്റെ ശക്തി അവർക്ക് പറയൂ കുറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ ആ വീടുകളിലൊക്കെ തെറ്റിദ്ധാരണകളും സംശയരോഗങ്ങളും അടിയും ഇടിയും കുത്തും ബഹളമൊക്കെ അതൊക്കെ മാറിക്കഴിഞ്ഞു. നിൽക്കട്ടെ. അപ്പോൾ 1 ആചാര്യ തപസ്സ, രണ്ടാമത്തത് ആമ്നായ. ആമ്നം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനം എന്നാണ്. ഇത് പിൽക്കാലത്തെ വേദം ചൊല്ലലെന്നായി മാറി. ശാസ്ത്രമാണ് ആമ്നം എന്നുള്ള വാക്കിനർത്ഥം, ശാസ്ത്രങ്ങൾ എന്നാണ്.
അപ്പം ക്ഷേത്രങ്ങളിലൊക്കെ എന്ത് വേണം? ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാവണം. പഴയ കാലം മുതൽക്ക് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വേദസദസ്സുകളും പണ്ഡിത സഭകളും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ആ ഒരു സംഭവം പഴയ കാലത്തുണ്ടായിരുന്നു. ചർച്ചകളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് തിടപ്പള്ളിയുടെ ഒരു ഭാഗത്ത് ഇരുന്ന് പണ്ട് നാമം ചൊല്ലുന്നതിനും ഇതുപോലുള്ള പണ്ഡിത സഭകളൊക്കെ പണ്ട് ഉള്ളൊരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പൂന്താനം അവിടെ പോയി രചിച്ചത്. ആ ഒരു സംവിധാനം അവിടെ ഉള്ളത് കൊണ്ടല്ലേ. അതുപോലെ തന്നെ അവിടെ ഭട്ടതിരിപ്പാടിരുന്ന് നാരായണീയം ചൊല്ലുന്നു. പഴയ കാലത്തൊക്കെ നമ്മുടെ കേരളത്തിൽ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം, ഗുരുവായൂർ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ, ഗുരുവായൂർ കത്തുന്നതിന് മുമ്പുള്ള ഗുരുവായൂർ, ആ കാലഘട്ടത്തിൽ പണ്ഡിറ്റ് ഗോപാലൻ നായരെ പോലുള്ളവരൊക്കെ അവിടെ സപ്താഹം നടത്തിയിട്ടുണ്ട്. ആചാര്യന്മാർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് പഴയ കാലത്ത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള വിദ്വൽ സഭകൾ ഉണ്ടായിരുന്നു. അതിനാണ് ആമ്നായം എന്ന് പറയാം. ഇന്നിപ്പോൾ അത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ഉണ്ടോ? കുറച്ച് ഓത്തുകൾ ചൊല്ലുന്നു, അപ്പുറത്ത് ഈ ശാസ്ത്രമൊന്നും ചർച്ച ചെയ്യുന്ന രീതി ഇല്ല. ഇനി മൂന്നാമത്താണ് നിയമേന ജപേന. നോക്കൂ നിങ്ങൾ, ബാക്കി അവിടെ വഴിപാട് എന്നുള്ളൊരു വാക്ക് എഴുതിയിട്ടില്ല. നിയമേന ജപേന എന്നാണ് ആചാര്യൻ എഴുതി വെച്ചത്. അപ്പം ക്ഷേത്രങ്ങളിൽ പോയാൽ എന്താണ്? എന്ത് വേണം? ജപം വേണം. ഇത് പരിശീലിപ്പിക്കേണ്ടതായിരുന്നില്ലേ? വാസ്തവത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന തലമുറകളോട് പറയേണ്ടതായിരുന്നില്ലേ, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലണം? ഇത് ഏത് ആചാര്യനാണ് പറഞ്ഞു കൊടുക്കുന്നത്? വഴി തെറ്റിച്ചു നമ്മളെ മുഴുവൻ. വെറുതെയല്ല തന്ത്രിമാരുടെ വായിൽ നിന്നൊക്കെ അബദ്ധങ്ങൾ വീഴുന്നത്. കാരണം അവർ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു പോയി. മനസ്സിലായില്ലേ? ഇപ്പം ഗുരുവായൂരിൽ കണ്ടില്ലേ, അബദ്ധം പറയുന്നു. ശബരിമലയിലും അബദ്ധം. ഇതൊക്കെ എന്തുകൊണ്ടാ വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാൻ ഉത്തരവാദികളാണ്. കാരണം അവർ ആചാര്യന്മാരാണ്, പറഞ്ഞു കൊടുക്കേണ്ടവരും കൂടിയാണ്. അവർ വെറും കർമ്മികളായി മാറി. വാസ്തവത്തിൽ നമ്മുടെ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചുതി വന്നുപോയി. ബ്രാഹ്മണൻ എന്നാൽ പൂജാരി ആയിരുന്നില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദമറിയുന്ന ആളായിരുന്നു, ബ്രഹ്മജ്ഞനായിരുന്നു. അത് പിന്നീട് പൂജാരിയിട്ട് അതപ്പതിച്ചു പോയി. ഹിന്ദുമതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഹിന്ദുക്കൾക്ക് അതേ വേണ്ടു. കാരണം എന്താ പറയുക, ബ്രാഹ്മണനായി ജനിച്ചവനെ കൊണ്ട് പൂജ ചെയ്താലേ ദൈവത്തിന് ശക്തി വരുള്ളൂ എന്നുള്ള. ദൈവം ഹോർലിക്സും ബൂസ്റ്റും കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ വന്നുപോയി. ഭക്തിയുള്ള ആർക്കും പൂജ ചെയ്യാം. ഭാഗവതത്തിൽ നിങ്ങൾ ഏകാദശ സ്കന്ധം എടുത്ത് വായിക്കൂ. ഉദ്ധവരോട് പറയുന്നതുണ്ടല്ലോ, സ്ത്രീകൾക്ക് പോലും പൂജ ചെയ്യാമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. അന്നത്തെ നവോത്ഥാനം ഏകാദശ പുസ്തകം കാണിച്ചു തരാം നിങ്ങൾക്ക്. കൃഷ്ണൻ 5000 വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ ശൂദ്രാണം ആർക്ക് വേണ്ടിയും പൂജ ചെയ്യാമെന്നാണ്. മനസ്സിലാവുണ്ടല്ലോ? അത് കാലം കൊണ്ട് മാറിപ്പോയി. നമുക്ക് നിൽക്കട്ടെ. നിയമേന ജപേന. പിന്നെ നാലാമത്തതാണ് ഏത്? അന്നദാനവും ഉത്സവവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അന്നദാനം, ഉത്സവം, ഇങ്ങനെ 5 എണ്ണം. ഏതൊക്കെ ഇപ്പം പറഞ്ഞത്? ആചാര്യ തപസ്സ, ആമ്നായ, നിയമേന ജപേന, ഉത്സവേന, അന്നദാനേന ക്ഷേത്രം അഭിവൃദ്ധിസ്തു പഞ്ചതാ. ഇതിലെവിടെയാണ് മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്? അച്ഛനും അമ്മയും മക്കൾക്ക് പോയി വഴിപാട് ചെയ്താൽ ദൈവം സന്തോഷിക്കുന്നുള്ളത്. നേരെ മറിച്ച് നിയമേന ജപേന, അതുപോലെ ആമ്നായ, ശാസ്ത്ര പഠനങ്ങളും ഇതൊക്കെ നമ്മൾ വഴിതെറ്റിച്ചു. ഞാൻ പറയുന്നത് കാരണവന്മാർ എഴുതി വെച്ച പുസ്തകത്തിലെ വരികളാണ്. സ്വാമി ഉദിച്ചൈതന്യയുടെ അഭിപ്രായമല്ല, തന്ത്രശാസ്ത്രത്തിലെ വരികളാണ്. ഇതെവിടെയാ? ഏത് ഹിന്ദുവിനെ അറിയുക? ആര് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്? മനസ്സിലാവുണ്ടല്ലോ? അപ്പം കാലം കൊണ്ട് നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ ച്യുതി സംഭവിച്ചപ്പോഴാണ് ആത്മഹത്യകളും തെറ്റിദ്ധാരണകളും കൊലപാതകങ്ങളും എല്ലാം ഹിന്ദുമതത്തിൽ അടിഞ്ഞുകൂടിയത്. ആണോ? പറയൂ നിങ്ങൾ. ഇത് മാറ്റിയെടുക്കണോ വേണ്ടയോ? പറയൂ നിങ്ങൾ. ഈ ചളിക്കുണ്ടിൽ വീണ ഒരു കാറ് പൊക്കിയെടുത്ത് റോട്ടിലേക്ക് കിടുന്ന പോലെ ഇപ്പം നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ അവസ്ഥ. ഇതൊരു വല്ലാത്ത കുഴിയിൽ വീണുപോയി. ഇനി എല്ലാവരും ഇതിനെ ഒന്ന് പഴയ ട്രാക്കിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനാവട്ടെ നമ്മുടെ സപ്താഹവും ഈ ചിന്തകളും വിചാരങ്ങളും ഒക്കെ. ഇതിനെല്ലാവരും ഒന്ന് കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു വ്യക്തിക്ക് മാത്രം സാധ്യമല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ധവിശ്വാസത്തിൻ്റെ കൂടെ പോകാം. 10 രൂപ തിരുമേനിക്ക് കൊടുത്ത് പടച്ചോനെ ഒക്കെ നോക്കിക്കൊള്ളേന്ന്. അതും മകൻ SSLC പാസ്സാകണം, മകളുടെ കല്യാണം നടത്തണം, അത് കഴിഞ്ഞ് അവൾ പ്രസവിക്കും വേണം, എല്ലാം 10 രൂപയെ തീർത്തു കൊടുക്കണം ഭഗവാൻ. ഭയങ്കരം തന്നെയാണത്.
ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ അതല്ല നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വെച്ചത്. ഉദ്ധരേത് ആത്മനാത്മാനം. ഈ ബോധം നമ്മളിൽ ഉണ്ടാവട്ടെ. ക്ഷേത്രം എന്തിനാണോ പൂർവികർ വെച്ചത് ആ പർപ്പസിന് തന്നെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പം നമ്മളുടെ ഗുണപരിവർത്തനങ്ങൾ ഉണ്ടാവും. ആ ഗുണപരിവർത്തനത്തിലൂടെ ഒരു വ്യക്തിയെ നമുക്ക് ക്രമേണ ദൈവീകതയിലേക്ക്, അല്ലെങ്കിൽ തത്വമസി എന്ന് പറയുന്ന ആ ഒരു ആത്മബോധത്തിലേക്ക്, അവനവൻ്റെ അന്തർബോധത്തിലേക്ക്, ആത്മശക്തിയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇത്രയും പറഞ്ഞ് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്.